എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Innocence, prosperity, cultivation, decision, professional, personal transformation, fulfillment. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു മാസം എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസത്തിൽ പൊതുവേ നിങ്ങളുടെ ഒരു മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് മറ്റുള്ളവർ പറയുന്ന കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സന്ദേശം കൂടിയാണ് ഇതെന്ന് പറയാം. അതായത് അത് മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ചെറിയൊരു സംശയം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തിയതിനു ശേഷം ചെയ്യുക. പിന്നെ എടുത്ത് പറയാനുള്ള, നിങ്ങൾ മടി മൂലം ഇത് ഞാൻ ആ വഴിക്കല്ല പോകുന്നത് അതുകൊണ്ട് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് തൽക്കാലം എന്നുള്ള രീതിയിൽ കുറച്ചു നേരത്തെ ഒരു മണിക്കൂറത്തെയോ മറ്റോ സമയത്തിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചെറിയ തുകയുടെ സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കാര്യം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുക. അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളാവില്ല, ചിലപ്പോൾ അറിയാണ്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്താ തന്നെയായാലും നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങളുടെ അത്രയും മെച്ചമായിട്ട് ആരും ചെയ്യില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, മറ്റു ചിലരുടെ കാര്യത്തിൽ നിന്ന് അബദ്ധം പറ്റുന്നതാവാം. കാരണം ഇത് രണ്ടായാലും നിങ്ങൾക്കാണ് പ്രശ്നം. കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അറിയാതെ ചെയ്യുന്നവർ അവരുടെ അശ്രദ്ധ, അതായത് അവരുടെ സ്വന്തം കാര്യം അല്ലാത്തത് കൊണ്ടിട്ടുള്ള ശ്രദ്ധക്കുറവ്, നിങ്ങളുടെ കാര്യമാണല്ലോ, അത്രയ്ക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരാൾക്ക് സഹായം ചെയ്യുന്നു എന്നുള്ളതല്ല, വെറുതെ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ടും എന്നുള്ള രീതിയിലാവാം. ഇനി പൈസ കൊടുത്തിട്ടാണെങ്കിലും അത് ശരിയാവണമെന്നില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മണ്ടത്തരങ്ങൾ ഒന്നും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അർത്ഥം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു മാസം. അപ്പൊ പല കാര്യങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളുടേതായിട്ടുള്ള മണ്ടത്തരങ്ങൾ കൊണ്ടിട്ട് നഷ്ടങ്ങൾ വരുത്തി വെക്കാതിരിക്കുക. അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി എന്നുള്ളതല്ല, നഷ്ടങ്ങൾ. അതായത് ലാഭം കിട്ടേണ്ടിടത്ത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും വരിക, പൂർണ്ണമായിട്ടും ലാഭം കിട്ടേണ്ട ഇടമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു ചെറിയ അബദ്ധം കൊണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നേക്കാം. പിന്നെ ജോലി സംബന്ധമായിട്ട് വളരെ നല്ല സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ. പ്രത്യേകിച്ച് ജോലിയിൽ പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ, ജോലിയിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവരോ ശമ്പള വർധന ആഗ്രഹിക്കുന്നവരോ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പ്രത്യേകിച്ചൊരു നല്ല സാധ്യതകൾ, അതായത് ഹാർവെസ്റ്റ് മാസമാണ്. അപ്പോൾ കൊയ്ത്ത് അല്ലെങ്കിൽ കൊയ്ത്ത് കാലമാണ്, എല്ലാം ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ വിതച്ചിട്ടുള്ള കർമ്മത്തിന്റെ ഫലം കൊയ്യുന്നത് എന്നുള്ള രീതി പറയാം. അത് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, കൃഷിയൊക്കെ ഉള്ളവരാണ് എങ്കിൽ കൃഷിയിൽ നല്ല ലാഭം ലഭിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം ഇവിടെ എടുക്കാവുന്നതാണ്. മറ്റ് ചിലരെ സംബന്ധിച്ച് ഇങ്ങനെ കൃഷിയല്ല ചെയ്യുന്നത് എങ്കിൽ ഇത് കർമ്മത്തിന്റെ ഫലമാണ് നിങ്ങൾ വിളവെടുക്കുന്നത്. നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമൊക്കെ ലഭിക്കുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ ജോലിയിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ല ഫലം ലഭിക്കുന്ന സമയമാണ്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ജോലിയിൽ മാത്രം അനിവാര്യമായിട്ട് വരുന്നതല്ല. ഇതൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യം മാത്രമല്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് ദ്രോഹിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങളിപ്പോൾ ചില ആളുകൾ പറയും ദാനധർമ്മങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും, നിങ്ങൾ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്.
അപ്പോൾ നല്ല ഐശ്വര്യവും സമ്പത്തും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. അത് ഓരോരുത്തരുടെ സാഹചര്യവും നിങ്ങളുടെ നക്ഷത്രത്തിന്റെയും രാശിയുടെയും ഒക്കെ ഫലത്തിന്റെ അനുസരിച്ചിട്ടും ആവാം ആ ഒരു മാറ്റം വരുന്നത് എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. പിന്നെ ഈ ഒരു മാസം ഒത്തിരി ഒരു സംതൃപ്തി ലഭിക്കുന്ന ഒരു മാസം എന്ന് പറയാം. ഈ പറയുന്ന പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ നിങ്ങളായിട്ട് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ഒരു മാസത്തിൽ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ജീവിതത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരു സമയം എന്നുള്ളതും അതോടൊപ്പം തന്നെ നിങ്ങളെ ആദരിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവര് സമൂഹത്തിൽ നിന്നൊക്കെ ഒരു ആദരവ്, ഒരു അവാർഡ്, റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം, രാഷ്ട്രീയപരമായിട്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളും ഫെയിം, അതായത് പേരും പ്രശസ്തിയും ലഭിക്കുന്ന സമയം എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ സ്പോർട്സ്, കായിക മേഖലയിൽ നിൽക്കുന്നവരോ കലാപരമായിട്ടുള്ള ഉയർന്നു നിൽക്കുന്നവരോ ഒക്കെ ഈ ഒരു മാസത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മേഖലയിൽ എടുത്തു പറയത്തക്ക ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു മാസം കൂടിയിട്ടായിട്ട് ഈ ഒരു മാസത്തെ കാണാവുന്നതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏത് മേഖലയിലാണ് നിങ്ങൾ, കായിക മേഖലയിലോ അല്ലെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് അക്കാഡമിക്സിൽ മികവ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു മേഖലയിലെങ്കിൽ അതിലും അതിൻ്റെതായിട്ടുള്ള ഒരു മികവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഡിസിഷനാണ് നെക്സ്റ്റ് വന്നിട്ട് കുട്ടികളെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മാസമാണ്. നിങ്ങളിപ്പോൾ കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശത്തൊക്കെ മക്കളെ അയച്ചു പഠിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ മക്കളെ വിദേശത്തേക്ക് അയച്ചു പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളും പല ജീവിതചര്യകളും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്റെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടാണ്. പലപ്പോഴും ഈ ഒരു സമയത്ത് നിങ്ങളോട് എടുത്ത് പറയാം, ചില മാതാപിതാക്കൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മക്കളെ ചുറ്റിപ്പറ്റിയുള്ള ചില തീരുമാനങ്ങൾ എടുത്തത് നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കേണ്ടി, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരിൽ നിന്നായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിലോ അങ്ങനെയൊക്കെ ക്രിറ്റിസിസം കേൾക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു സ്ഥിരമായിട്ടുള്ളൊരു രീതിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാത്തിനും മറ്റൊരാളെ കുറ്റം പറയുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. ചില സമയങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിനർത്ഥം നിങ്ങളൊരു നല്ലൊരു അച്ഛനോ അമ്മയോ അല്ല എന്നുള്ളതല്ല. നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ അച്ഛനമ്മമാരും നല്ലത് തന്നെയാണ് മക്കൾക്ക് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ചില ടോക്സിക് നർസിസ്റ്റിക് പാരന്റ്സ് ഒഴികെ ഉള്ള സാധാരണ അച്ഛനമ്മമാരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവര് അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളത് മനസ്സിലെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മറ്റുള്ളവരെ അനുവദിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കാണുന്ന വഴിയെ പോകുന്ന എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ നിർത്തുകയാണ്. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, അതായത് ഒരു മതിൽ, ഒരു വേലി കെട്ടുകയാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കുടുംബജീവിതത്തിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ നിങ്ങളുടെ ഇൻലോസ്, അമ്മായി, അച്ഛൻ, അമ്മായി, അമ്മ, അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒന്നും തന്നെയല്ല. നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ആയിരിക്കണം എല്ലാ തീരുമാനം എടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ തരാം, സജഷൻസ് തരാം, പക്ഷെ തീരുമാനം നിങ്ങളുടേതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജോലിയുടെ കാര്യം, ജോലി ചെയ്യുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഒരു മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ, എല്ലാവരിലും അല്ല. കാരണം നിങ്ങൾ ജോലിക്ക് പോകുന്നത് തെറ്റാണ്, നിങ്ങൾ കുട്ടിയെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പഴികൾ ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ശരി എന്താണോ അതിനനുസരിച്ച് കുറച്ച് തീരുമാനം എടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. അതിനർത്ഥം നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ളതല്ല. ഇതിവിടെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുടെ ജീവിതത്തിന് പോസിറ്റിവിറ്റിയെ തിരഞ്ഞെടുക്കുകയാണ്.
മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലെ അർത്ഥശൂന്യത കൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു സാഹചര്യവുമാവാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.